തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. അത് പുറത്തുനിന്ന് മാത്രമല്ല, ഇപ്പോഴിതാ ബൂത്ത് ലെവൽ ഓഫീസർമാർ പോലും ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ഇരിക്കുന്നത്. എന്തായാലും ആത്മഹത്യ ചെയ്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധവും ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നു. പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. എന്തായാലും അബ്ദുൾ റഷീദ് ഉണ്ട് കൂടുതൽ വാർത്തയുടെ വിശദാംശങ്ങളും ഒക്കെയായി. അബ്ദുൾ റഷീദ്, അതായത് കേരളത്തിലടക്കം കേരളത്തിലാണ് തുടക്കമെങ്കിലും നമുക്കറിയാം ബീഹാർ, ഗുജറാത്ത്, ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിലൊക്കെ 30-ലധികമാണ് BLOമാർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ജോലി സമ്മർദ്ദം മാത്രമാണ്. അവർ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് അബ്ദുൾ റഷീദ് ഇങ്ങനെയാണ്, അതായത് 2 വർഷം കൊണ്ട് തീർപ്പാക്കേണ്ട അല്ലെങ്കിൽ തീർക്കേണ്ട നടപടിക്രമങ്ങളൊക്കെ ആഴ്ചകൾക്കുള്ളിൽ, അതായത് വെറും 2-3 ആഴ്ചകൾക്കുള്ളിൽ നടപ്പാക്കണമെന്ന് പറയുന്നു. രാത്രി വീട്ടിൽ പോയാൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ജോലി സമ്മർദ്ദമാണ്, വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, മക്കളുണ്ട് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ ആരോപണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊന്നും തന്നെ കൂസലില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. എന്തായാലും പ്രതിഷേധം എങ്ങനെയൊക്കെ പോകുന്നു? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏറെ പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറയുന്നത്. ഇവർക്കാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും അതോടൊപ്പം തന്നെ ജോലി ഭാരവും നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഈ വോട്ടർ പട്ടികയിൽ ആളുകളുടെ പേരുകളും അതോടൊപ്പം തന്നെ മറ്റു ഈ വീടുകളൊക്കെ തന്നെയും കണ്ടെത്തുന്നതിന് വലിയ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കേരളം പോലെയുള്ള ഒരു സാഹചര്യമല്ല ബംഗാൾ, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഉള്ളത്. ഈ മേഖലകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വീടുകൾ കണ്ടെത്തുന്നതിനും അതോടൊപ്പം ഈ എന്യൂമറേഷൻ ഫോമുകൾ കൈപ്പറ്റുകയും അതോടൊപ്പം തിരിച്ച് ഈ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇതിന് വലിയ സമയമെടുക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കളക്ടർമാരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BLOമാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും BLOമാരുടെ ഒരു ആത്മഹത്യ അത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിയമ നടപടിയടക്കം സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BLOമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ബംഗാൾ, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് BLOമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ BLOമാർ ആഹ്വാനം ചെയ്തിരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഉത്തർപ്രദേശിലെ നോയിഡയിൽ 60 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിയമ നടപടികൾ നേരിടുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളും ഇപ്പോൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നോയിഡയിൽ തന്നെ ഒരു BLO രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയും ഇത്തരത്തിൽ ഓഫീസർമാരുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കടുത്ത നിർദ്ദേശങ്ങൾ വരികയും ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത് ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ BLOമാർക്ക് മറ്റു ജോലികൾ കൂടി നൽകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ BLOമാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ BLOമാർ മാനസിക സമ്മർദ്ദം അടക്കം ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാനോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ എത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളതാണ്. എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേകിച്ചും കേരളം, അതോടൊപ്പം തന്നെ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഇതിനെതിരെ കടുത്ത പ്രതിഷേധം നേരത്തെ തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു നടപടി ഇതുവരെയും സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ BLOമാർ അവരുടെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഭദ്ര.